ബ്രൂണോ ഫെർണാണ്ടസ് ഈസ് ദി ബെസ്റ്റ് പ്ലെയർ ഇൻ ദ പ്രീമിയർ ലീഗ്. ആൻഡ് ആരൊക്കെ പറഞ്ഞാലും ഈ സ്റ്റേറ്റ്മെന്റ് ചെയ്ത് ഞാൻ ഒരു അടി പുറകിലേക്ക് വെക്കില്ല. നമുക്ക് ജസ്റ്റ് ഒരു പാരലൽ യൂണിവേഴ്സ് ബിൽഡ് ചെയ്യാം. ആ യൂണിവേഴ്സിൽ ബ്രൂണോന്റെ ഒപ്പം ക്ലിനിക്കലായിട്ട് ഫിനിഷ് ചെയ്യാൻ അറിയാവുന്ന പ്ലെയേഴ്സ് ഉണ്ട്, ഒരു പ്രോപ്പർ സിസ്റ്റം ഉണ്ട്, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഒരു പ്രോപ്പർ മാനേജർ ഉണ്ട്. ആൻഡ് ആ യൂണിവേഴ്സിൽ ബ്രൂണോ ലീഗിലെ ബെസ്റ്റ് പ്ലെയർ ആണോ എന്നല്ല നമ്മൾ ഡിബേറ്റ് ചെയ്യണത്, ബ്രൂണോ ആ ജനറേഷനിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ആണോ എന്നാണ്. ആൻഡ് റിയാലിറ്റിയിലേക്ക് വരുവാണെങ്കിൽ ഈ സീസണിൽ 16 അസിസ്റ്റ് ആൻഡ് കൗണ്ടിങ്. വെൽ, 16 കൂടുതലാവേണ്ടതാണ്. പക്ഷെ ചിലവർ ഷൂട്ട് ചെയ്യുന്നതിന് പകരം പാസ് ചെയ്യാൻ നോക്കി. ബട്ട് എനിവേസ്, 5 അസിസ്റ്റും കൂടെ ചെയ്താൽ ബ്രൂണോ പ്രീമിയർ ലീഗിലെ തന്നെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത പ്ലെയർ ആവും. അതും കെവിൻ ഡെബ്രൂയിനയുടെയും തിയറി ഓൺറിയുടെയും റെക്കോർഡ് ബ്രേക്ക് ചെയ്ത്. ഒരു പ്രീമിയർ ലീഗ് സീസണിൽ മാൻ യുണൈറ്റഡിന് വേണ്ടി മോസ്റ്റ് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത പ്ലെയർ ഓൾറെഡി ബ്രൂണോ ആയി. ഞാൻ ഈ വീഡിയോയില് ജസ്റ്റ് ബ്രൂണോന്റെ നമ്പേഴ്സിനെ കുറിച്ച് മാത്രമായിരിക്കില്ല സംസാരിക്കുന്നത്, പക്ഷെ ആ നമ്പേഴ്സിന്റെ കോണ്ടെക്സ്റ്റും കൂടെയാണ്. ആൻഡ് ഇതിന്റെ എല്ലാത്തിന്റെയും ഒപ്പം ഒരു അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യനും, ബ്രൂണോന്റെ പെർഫോമൻസ് ഡ്രോപ്പ് ആയാൽ എന്തായിരിക്കും യുണൈറ്റഡിന്റെ അവസ്ഥ? ഈ സീസണിൽ സലയ്ക്ക് സംഭവിച്ചത് ഇവൻച്വലി ബ്രൂണോനും സംഭവിക്കും. ആൻഡ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ യുണൈറ്റഡ് എന്ത് ചെയ്യുമെന്ന് ആർക്കും ഒരു ആൻസർ ഇല്ല. സോ ഈ സീസൺ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാറ്റ്സ് വെച്ച് തന്നെ തുടങ്ങാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രൂണോ ഒരു 5 അസിസ്റ്റും കൂടെ ചെയ്താൽ തിയറി ഓൺറിയുടെ കെവിൻ ഡെബ്രൂനയുടെ റെക്കോർഡ് ബ്രൂണോ ബ്രേക്ക് ചെയ്യും. ബ്രൂണോയുടെ പെർഫോമൻസും നമ്പേഴ്സും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്യാരക്ക് വരുന്നതിന് മുമ്പത്തെ 18 ഗെയിംസും ആൻഡ് ക്യാരക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള 9 ഗെയിംസും. ഈ സീസണിലെ ബ്രൂണോയുടെ ആദ്യത്തെ 18 ഗെയിംസിൽ 8 അസിസ്റ്റും 5 ഗോൾസുമാണ് ബ്രൂണോ പ്രൊവൈഡ് ചെയ്തത്. ആൻഡ് ക്യാരക്ക് മാനേജ് ചെയ്ത ഗെയിംസിലോ 8 അസിസ്റ്റും 3 ഗോളും. ചുരുക്കി പറഞ്ഞാൽ ബ്രൂണോയുടെ ഗോൾ കോൺട്രിബ്യൂഷൻസ് നല്ല രീതിക്ക് ആക്സിലറേറ്റഡ് ആയിട്ടുണ്ട്. ഈ ലെവൽ പെർഫോമൻസ് കാണുമ്പോഴാണ് എല്ലാ യുണൈറ്റഡ് ഫാൻസും റൂബൻ അമോറിമിന്റെ ടാറ്റിക്സിനെ ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യണത്. ഇത്രയും ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു പ്ലെയറിനെ എങ്ങനെ അമോറിമിന് ഒരു ഡീപ്പ് ലൈൻ മിഡ്ഫീൽഡറായിട്ട് കളിപ്പിക്കാൻ തോന്നി? മേക്സ് നോ സെൻസ്. ഐ മീൻ, ഈ സീസണിൽ ബ്രൂണോന്റെ ചില അസിസ്റ്റുകൾ നോക്ക്, ആരായാലും എണീറ്റ് നിന്ന് ക്ലാപ്പ് അടിച്ചു പോകും. ഫുട്ബോൾ ഫാൻസിന്റെ ഇടയിൽ ബ്രൂണോന് ഒരു നെഗറ്റീവ് റെപ്യൂട്ടേഷൻ ഉണ്ട്. ബ്രൂണോ വെറും ഒരു സ്റ്റാറ്റ് മെർച്ചന്റ് ആണെന്നുള്ളത്. ബ്രൂണോ സെറ്റ് പീസ് എടുക്കണേം കൊണ്ടും ചുമ്മാ ഒന്നും നോക്കാണ്ട് ബോള് ബ്ലൈൻഡ് ആയിട്ട് മുമ്പിലേക്ക് പാസ് ചെയ്യുന്നതും കൊണ്ടാണ് ബ്രൂണോന്റെ നമ്പേഴ്സ് ഇത്രയും ഹൈ ആവാനുള്ള കാരണം എന്നാണ് കുറെ പേര് പറയണത്. പക്ഷെ ഈ സീസൺ എല്ലാ മാച്ചും ഇരുന്ന് 90 മിനിറ്റ്സ് കണ്ട ഒരാൾക്കറിയാം, ഇങ്ങനത്തെ ഒരു ടോക്ക് തന്നെ ബ്രൂണോ ഫെർണാണ്ടസിനെ ഡിസ്റെസ്പെക്ട് ചെയ്യണതിന് തുല്യമാണ്. ബ്രൂണോ പിച്ചിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് പ്ലെയർ അല്ല, ഫാസ്റ്റസ്റ്റ് പ്ലെയർ അല്ല, ഫിസിക്കലായിട്ട് കളിക്കാറില്ല, ആൻഡ് ഏറ്റവും ബെസ്റ്റ് ഡ്രിബിളറുമല്ല. ഒരു മോഡേൺ ഡേ മിഡ്ഫീൽഡറിനെ ജഡ്ജ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെട്രിക്സ് ആണ് ഇതൊക്കെ. പക്ഷെ ബ്രൂണോന് ഉള്ള ക്വാളിറ്റീസ് വേറൊരു മിഡ്ഫീൽഡറിൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ഹാർഡാണ്. ഫുട്ബോൾ ഇന്റലിജൻസിന്റെയും സ്പേസ് അവയർനെസിന്റെയും ഒരു റയർ കോമ്പിനേഷൻ. ബ്രൂണോ അണ്ടർ പ്രഷറിൽ ബോൾ റിസീവ് ചെയ്യണ ആംഗിൾസ് നോക്ക്, ബോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് പാസിംഗ് ഓപ്ഷൻ ആരാന്ന് ബ്രൂണോ ഡിസൈഡ് ചെയ്യണ സ്പീഡ് നോക്ക്. ആൻഡ് ഫൈനലി ലാസ്റ്റ് പ്ലേ ചെയ്യണ പാസിന്റെ ക്വാളിറ്റി നോക്ക്. എല്ലാ മാച്ചിരുന്നും കാണുന്ന ഒരു ട്രൂ യുണൈറ്റഡ് ഫാനിനെ ഇത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ഇതൊന്നും വേണ്ട, ബ്രൂണോ അസിസ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ യുണൈറ്റഡ് സ്ക്വാഡില് സെക്കൻഡ് ബെസ്റ്റ് അസിസ്റ്റ് മേക്കറിന് ആരെയാണ് നമുക്ക് വിളിക്കാൻ പറ്റുന്നത്? ഡലോട്ടിന്റെയും ലൂക്ഷോന്റെയും ക്രോസിംഗ് ഒന്നും അത്ര നല്ലതല്ല. ആൻഡ് ഫോർവേഡ് പ്ലേയേഴ്സിന്റെ അസിസ്റ്റ് നമ്പേഴ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ അതും ഭയങ്കര ലോ ആണ്. ബ്രൂണോ ഫെർണാണ്ടസിന് മാത്രമാണ് ഈ ടീമില് കൺസിസ്റ്റൻസിയും ക്വാളിറ്റിയും ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണത്. ഈ എക്സാക്ട് കാര്യമാണ് മൈക്കൽ കാരക്ക് ആദ്യമേ മനസ്സിലാക്കിയത്. എല്ലാരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, യുണൈറ്റഡ് ഇങ്ങനെ പെർഫോം ചെയ്യാൻ മൈക്കൽ കാരക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നതെന്ന്. ആൻഡ് ഇതിലെ ടാക്ടിക്കൽ ചേഞ്ച് അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, ഭയങ്കര സിമ്പിൾ ആണ്. ബ്രൂണോനെ മൈക്കൽ കാരക്ക് നമ്പർ 10 റോളിലാണ് യൂസ് ചെയ്യണത്. ബ്രൂണോന്റെ എല്ലാ ക്വാളിറ്റീസും ഈ ഒരു റോളിലാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അമോറിം ബ്രൂണോനെ കുറച്ചും കൂടെ ഡീപ്പർ റോളിലാണ് യൂസ് ചെയ്തത്. ഒരു ബോക്സ് ടു ബോക്സ് മിഡ്ഫീൽഡറായിട്ടോ അല്ലെങ്കിൽ സംടൈംസ് ഒരു ഡീപ്പ് ലൈൻ നമ്പർ 6 റോളിലും. ക്ലബിന്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ അറിയാത്ത ഒരാളെ മാനേജറായിട്ട് അപ്പോയിന്റ് ചെയ്ത ക്ലബിന്റെ ആ വിഷൻ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. റാഡ്ക്ലിഫിന്റെ ജേസൺ വിൽകോക്സിന്റെ മാസ്റ്റർ ക്ലാസ്. നൗ സീസൺ കഴിയാൻ കുറച്ച് ഗെയിംസ് കൂടെ ബാക്കിയുള്ളൂ. ആൻഡ് ഈ ഒരു റേറ്റിലാണ് യുണൈറ്റഡ് ബ്രൂണോ പോണെങ്കിൽ യുണൈറ്റഡിന്റെ ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ എന്തായാലും കിട്ടും. ആൻഡ് എല്ലാ യുണൈറ്റഡ് ഫാൻസിനെയും പ്രാർത്ഥന പോലെ ബ്രൂണോ ഫെർണാണ്ടസ് തിയറി ഓൺറിയുടെ കെവിൻ ഡെബ്രൂനയുടെ അസിസ്റ്റ് റെക്കോർഡ് ബ്രേക്കും ചെയ്യും.
ഇതൊക്കെ ആലോചിച്ച് യുണൈറ്റഡ് ഫാൻസിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോഴും ഒരു അൺകംഫർട്ടബിൾ ക്വസ്റ്റ്യൻ ബാക്കിയുണ്ട്. ആർക്കും ആൻസർ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ. ബ്രൂണോ ഫെർണാണ്ടസിന്റെ ക്വാളിറ്റീസ് ഡ്രോപ്പ് ചെയ്താൽ യുണൈറ്റഡ് എന്ത് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻ. ബിക്കോസ് ലെറ്റ്സ് ബി ഓണസ്റ്റ്, ബ്രൂണോന് ഇപ്പോ 31 വയസ്സായി. ബ്രൂണോന്റെ ക്വാളിറ്റീസ് സ്പീഡും ഫിസിക്കാലിറ്റി ഒന്നും അല്ല, ബ്രൂണോന്റെ ക്രിയേറ്റിവിറ്റിയാണ്. ഫിസിക്കൽ ക്വാളിറ്റീസ് യൂസ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറിന്റെ ഡിക്ലൈനും ഫുട്ബോളിംഗ് ബ്രെയിൻസ് യൂസ് ചെയ്ത് കളിക്കുന്ന ഒരു പ്ലെയറിന്റെ ഡിക്ലൈനും ഡിഫറന്റ് ആണ്. ലൂക്ക മോഡ്രിച്ചിന്റെ എക്സാമ്പിൾ എടുക്കുക. ഇപ്പോഴും AC മിലാന് വേണ്ടി മോഡ്രിച്ചിനെ കളിക്കാൻ പറ്റുന്നുണ്ട്. ഫിസിക്കാലിറ്റി യൂസ് ചെയ്ത് കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ ലിവർപൂളിൽ ഉണ്ടായിരുന്ന ഫബീനിയോന്റെ എക്സാമ്പിൾ എടുക്കാം. ഫബീനിയോനെ ലിവർപൂൾ സൈൻ ചെയ്ത സമയത്ത് ആർഗ്യുബിളി പ്രീമിയർ ലീഗിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സ് ഫബീനിയോ ആയിരുന്നു. പക്ഷെ ഒരു സർട്ടൺ ഏജ് കഴിഞ്ഞപ്പോൾ ഫബീനിയോ ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി. ഒരു സമയത്ത് ഓപ്പോസിറ്റ് ടീംസിന് ലിവർപൂളിനെ ബീറ്റ് ചെയ്യാൻ ഭയങ്കര ഹാർഡായിരുന്നു. കാരണം ഫബീനിയോ അവരുടെ അറ്റാക്ക് എല്ലാം സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ലാസ്റ്റ് ആയപ്പോ എല്ലാ ടീംസിനും ഈസി ആയിട്ട് ഫബീനിയോനെ ബീറ്റ് ചെയ്ത് ലിവർപൂളിന്റെ ഡിഫൻസിനെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രീമിയർ ലീഗ് എപ്പോഴും ഒരു ഫിസിക്കൽ ലീഗ് തന്നെയാണ്. എത്രയൊക്കെ ഒരു പ്ലെയർ തന്റെ ഫുട്ബോൾ ബ്രെയിൻസ് യൂസ് ചെയ്താണ് ഒരു കളി കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാലും ഒരു സർട്ടൺ എക്സ്റ്റെന്റ് വരെ പ്രീമിയർ ലീഗിൽ പിടിച്ചിക്കാൻ ഫിസിക്കാലിറ്റി വേണം. എല്ലാ പ്ലെയേഴ്സും എക്സ്പീരിയൻസിനെ ഈ സിറ്റുവേഷൻ ബ്രൂണോം എക്സ്പീരിയൻസ് ചെയ്യും. ആൻഡ് ആ സമയത്താണ് ക്ലബിന്റെ ബോർഡ് മര്യാദയ്ക്ക് ആക്ഷൻസ് എടുക്കേണ്ടത്. കസിമീറോ ഈ സീസൺ കഴിഞ്ഞാൽ ലീവ് ചെയ്യുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. യുണൈറ്റഡ് ഒരു ഭയങ്കര ക്രൂഷ്യൽ പ്ലെയറിനെയാണ് ലൂസ് ചെയ്യണത്. ആൻഡ് കസിമീറോന്റെ റിപ്ലേസ്മെന്റ് ആയിട്ട് സൈൻ ചെയ്യുന്ന പ്ലെയർ ഫ്ലോപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ആ പ്ലെയർ ഫ്ലോപ്പ് ആയാൽ പിന്നെയും യുണൈറ്റഡ് സ്റ്റേജ് 1 പോകും. ആൻഡ് ആ സിറ്റുവേഷനിൽ ബ്രൂണോന് പിന്നെയും അറ്റാക്കിലും ഫോക്കസ് ചെയ്യേണ്ടി വരും, ഡിഫൻസീവ് ഡ്യൂട്ടീസിലും ഫോക്കസ് ചെയ്യേണ്ടി വരും. ആൻഡ് അത് ടീമിനെയും നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. ബ്രൂണോനൊപ്പം കളിക്കാൻ യുണൈറ്റഡിന്റെ ബോർഡ് ബെറ്റർ ക്വാളിറ്റി പ്ലേയേഴ്സിനെ സൈൻ ചെയ്യണം. പക്ഷെ അതുപോലെ തന്നെ ഈ സൈൻ ചെയ്യുന്ന പ്ലേയേഴ്സിന് സ്വന്തമായിട്ട് മാച്ച് വിൻ ചെയ്യാനുള്ള എബിലിറ്റിയും ഉണ്ടാവണം. സോ ഇത് ഒരു ബ്രൂണോ അപ്രീസിയേഷൻ വീഡിയോ ആണെങ്കിലും യുണൈറ്റഡിന്റെ ഫ്യൂച്ചറിനെ കുറിച്ചും ഞാൻ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഈ സീസൺ ബ്രൂണോന് ഒരു ഹിസ്റ്റോറിക് സീസൺ ആണ്. ടീം ട്രോഫീസ് ഒന്നും ബ്രൂണോന് കിട്ടിയില്ലെങ്കിലും ഓൺറിയുടെയും ഡെബ്രൂനയുടെയും റെക്കോർഡ് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായാലും പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി സീസൺ ബ്രൂണോ ആവും. പക്ഷെ എനിക്ക് എപ്പോഴുമുള്ള പേടി ഇതാണ്, ഒരു പ്ലെയർ ഇത്രയ്ക്കും ഒരു ഹിസ്റ്റോറിക് സീസൺ പ്രൊഡ്യൂസ് ചെയ്തിട്ട് തൊട്ടടുത്ത സീസൺ ആ പ്ലെയറിന് ഒന്നും ചെയ്യാൻ പറ്റാണ്ടായാലോ. വേണമെങ്കിൽ ഇതിനെ മുഹമ്മദ് സലാ ഫിയർ എന്ന് വിളിക്കാം. ആൻഡ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ബ്രൂണോന് ഈ ലെവൽ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഒരു ഹയർ ലെവലിൽ അടുത്ത സീസണിലും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റണേ എന്നാണ്. കാരണം ബ്രൂണോന്റെ പെർഫോമൻസ് എത്ര ഹൈ ആണോ അത്രയും ഹയർ ആയിരിക്കും യുണൈറ്റഡിന്റെ ലീഗ് പൊസിഷൻ. ആൻഡ് ആ പ്രീമിയർ ലീഗ് ട്രോഫിക്കുള്ള വെയിറ്റ് യുണൈറ്റഡിന് ഫൈനലി എൻഡ് ചെയ്യാനും പറ്റും. പറ്റില്ലേ?